കോഴിക്കോട് പുതിയാപ്പയിൽ ഇരുചക്ര വാഹനത്തിന്റെ വേഗത ചോദ്യം ചെയ്ത യുവാവിനെ മർദ്ദിച്ചതായി പരാതി. സ്കൂട്ടറിന്റെ താക്കോൽ നെഞ്ചിൽ കുത്തിയിറക്കിയെന്നും ക്രൂരമായി മർദ്ദിച്ചെന്നും മർദ്ദനമേറ്റ രഞ്ജിത്ത് പറഞ്ഞു. പ്രതി മഹേഷ് ലഹരിക്കടിമയാണെന്നും രഞ്ജിത്ത് പറയും. വണ്ടി എന്നെ മേലേക്ക് തട്ടാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ്, എടാ നോക്കി ഓടിച്ചൂടെ വണ്ടി. അന്നേരം പറയും ഈ വഴി വണ്ടി ഓടിക്കാനുള്ള വഴിയാണ്, അത് പറഞ്ഞിട്ട് എന്നോട് അടുത്തേക്ക് വന്നത്. അപ്പോൾ ഞാൻ അന്നേരം ഇവനെ അടിക്കുന്നുള്ള ധാരണ എനിക്കില്ല. അപ്പോൾ വന്ന് ഷോൾഡറിന് ഒരു ഉന്തി ആ വീച്ചിരിക്കാൻ താക്കോലുണ്ട് നന്നത്ത് കുത്തി ഒരു ചവിട്ടി ഒരു അടിയൊക്കെ അടിച്ചു ചെയ്തു. ദീപക് മലയമ്മ നമുക്കൊപ്പം. ഗുഡ് ഈവനിങ് ദീപക് മലയമ്മ. നമ്മൾ ലഹരിയെക്കുറിച്ച്, ലഹരിയുടെ വിപത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പെട്ടെന്നുള്ള പ്രകോപനവും ലഹരി ഉപയോഗത്തിന് ശേഷം കൂടുതലായി ഇപ്പോൾ കണ്ടുവരുന്നു. അത് അതിക്രമങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ആളുകളെ കൊണ്ടുചെന്നെത്തിക്കുന്നു എന്നതിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളായി മാറുകയാണോ ഈ സംഭവം? സുജയ്, ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. വീടിൻ്റെ തൊട്ട് മുൻവശത്തുള്ള ഒരു ഫുട്പാത്താണ്, ചെറിയ വഴിയാണ്. ആ വഴിയിലൂടെ ഇരുചക്ര വാഹനം ഓടിച്ച് എത്തുകയാണ് മഹേഷ് എന്നുള്ള ആൾ. അദ്ദേഹമാണ് ഈ രഞ്ജിത്തിനെ ആ മേഖലയിൽ വെച്ച് വലിയ രീതിയിൽ ആക്രമിക്കുന്നത്. അതിനുള്ള പ്രകോപനത്തിനുള്ള കാരണമെന്ന് പറയുന്നത് വാഹനത്തിൻ്റെ വേഗത കുറച്ചുകൂടെ എന്നുള്ളത് ചോദിച്ചതിനാണ്. അദ്ദേഹത്തിൻ്റെ ദേഹത്തേക്ക് തട്ടുന്ന രീതിയിൽ ഈ മഹേഷ് സ്കൂട്ടർ ഓടിച്ച് വന്നു എന്നുള്ളതാണ് കാരണം. അത് ചൂണ്ടിക്കാണിക്കുകയും അത് വാഹനത്തിൻ്റെ വേഗത കുറച്ചുകൂടെ എന്ന് ചോദിച്ചതിൻ്റെ ഭാഗമായാണ് ഈ മഹേഷ് പ്രകോപിതനാവുകയും ചെയ്തിട്ടുള്ളത്. അദ്ദേഹം സ്കൂട്ടറിന്റെ താക്കോലൂരി രഞ്ജിത്തിന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കുകയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ ഇവിടെയുള്ള ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചു. പിന്നീട് അവിടെ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. നെഞ്ചിൽ വലിയ രീതിയിലുള്ള പരുക്കുണ്ട്. അതിന് തുന്നലിടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ കണ്ണിന്റെ വലത് കണ്ണിന്റെ മുകൾ ഭാഗത്തായി മർദ്ദനമേറ്റ് നീരുവെച്ച് വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസെടുത്തിട്ടുണ്ട്. വെള്ളയിൽ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ 126(2), 115(2), 118(1) വകുപ്പുകൾ പ്രകാരം കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രതിയെ പിടികൂടിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ആ മേഖലയിലേക്ക് ചെല്ലുമ്പോൾ രഞ്ജിത്തിന്റെ കുടുംബാംഗങ്ങളും ഒപ്പം തന്നെ നാട്ടുകാരും ഒക്കെ ചേരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവരൊക്കെ പറയുന്നത് നിരന്തരം മേഖലയിൽ പ്രശ്നമുണ്ടാക്കുന്നയാളാണ് മഹേഷ് എന്നുള്ളതാണ്. പല വിധത്തിൽ ലഹരിക്ക് അടിമയാണ് മഹേഷ് എന്നുള്ളത് നാട്ടുകാർ തന്നെ പറയുന്നു. കുടുംബത്തിനും ആ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് പോലീസ് ഈ പ്രതിയെ പിടികൂടണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. പക്ഷേ പോലീസിനും കൃത്യമായി പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. കടലോര മേഖലയാണ് പുതിയാപ്പ എന്ന് പറയുന്നത്. അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നിരന്തരമായി ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളെ അദ്ദേഹം ലഹരിക്ക് അടിമയാണെന്ന് നാട്ടുകാരുൾപ്പെടെ നിരന്തരം പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പോലീസ് ആ മേഖലയിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ വിഷയം തന്നെയാണ്. ഇങ്ങനെ ഒരു ഇരുചക്ര വാഹനത്തിന്റെ വേഗത ചോദ്യം ചെയ്തതിന് തിരിച്ച് മർദ്ദിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതും. താങ്ക് യു ദീപക് മലയമ്മ.